ആന്റി നമ്മൾ ഓടി രക്ഷപ്പെട്ടു. വേഗം വാ. ആരത്? ആ കുട്ടിയുടെ കുട്ടിയെ കാണുന്നില്ലല്ലോ. വേഗം വാ മോളെ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. എഴുന്നേക്ക് എഴുന്നേക്ക്. പൂട്ടിയിരിക്കുകയാണല്ലോ. മോളെ വാ, ആദ്യം മോള് കേറ്. മോള് ചാടണേ, കാല് വയ്ക്ക്. ആ അങ്ങനെ. അണ്ണാ 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 കുട്ടി കുട്ടി അണ്ണാ കുട്ടിയെ കാണുന്നില്ല അണ്ണാ. മോളെ താഴേക്ക് വാ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ വേഗം വാ. കുട്ടി രക്ഷപ്പെട്ടെന്നോ? അതെങ്ങനെ രക്ഷപ്പെട്ടു? ഇവിടെ തന്നെ കാണും. ഞാൻ നോക്കിയെണ്ണ ഇവിടെ കാണുന്നില്ല. കഴുതകളെ, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അടി വങ്ങി തരും. അണ്ണാ ആ കൊച്ചി ഇവിടെ ഉണ്ടായിരുന്ന എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ല. ആ കുഞ്ഞ് ചിലപ്പോ ആ പെണ്ണിന്റെ അടുത്ത് കാണും. വാ. അയ്യോ, ഇത് ഇവിടുന്ന് എങ്ങോട്ട് പോവാ? നമുക്ക് ഇതിൽ കയറാം. മോളെ പറു മോളെ, ഇത് നമ്മുടെ സ്കൂട്ടർ അല്ലല്ലോ. നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എന്ത് പറ്റി മോളെ? ഞാൻ തളർന്നുപോയി. മോളെ, മോള് ബ്രേവ് അല്ലേ? നമുക്ക് അങ്ങനെ തോൽക്കാനാവില്ലല്ലോ. നമുക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. മോൾക്ക് മോളുടെ അമ്മയെ കാണണ്ടേ? അതിന് ഓടിപ്പോയാലേ പറ്റൂ. എനിക്ക് പറ്റുന്നില്ല. എന്നാലേ പ്രിയ ആന്റി മോളെ എടുത്തോണ്ട് പോവാം. ഓക്കെ, വാ. ഓട്ടോ ഓട്ടോ ഓട്ടോ, ഒന്ന് നിർത്തോ. ഓട്ടോ 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 നിർത്തോ. വാ മോളെ. ചേട്ടാ, MG റോഡ്. കേറി കേറി മോളെ, വേഗം കേറി. എളുപ്പം പോവാം. നമ്മൾ അമ്മയുടെ അടുത്തേക്കാണോ പോകുന്നത്? ആ, അമ്മയുടെ അടുത്തേക്കാ പോകുന്നത്. പ്രിയാന്റി മോളുടെ അമ്മയോട് പ്രോമിസ് ചെയ്തിരുന്നു പാറുവിനെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന്. അതുകൊണ്ട് ആദ്യം മോളുടെ വീട്ടിൽ തന്നെ പോവാം. അവളെ നോക്ക്, അങ്ങോട്ടൊക്കെ പോയി നോക്ക്. നീ ഇവിടെ നോക്ക്. എനിക്ക് ഡിവോഴ്സ് പേപ്പേഴ്സ് പ്രിയയെ കാണിക്കണം. നമ്മുടെ വളരെ പഴയ ഒരു ചലഞ്ചാ അത്. ആ പേപ്പേഴ്സ് കാണിച്ച് ഞാൻ പ്രിയയുടെ ചാലഞ്ചും അഹങ്കാരവും രണ്ടും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവളുടെ മുഖത്ത് ആ സങ്കടം കാണണം. ഷുവർ ബേബി, ഷുവർ. റിലാക്സ്. ഞാൻ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞു. ഇനി നിന്റെ ഊഴമാണ്. നിനക്ക് എന്ത് പറയണം, എന്തൊക്കെ ചീത്ത പറയണം, എല്ലാം അവളെ പറഞ്ഞോ. ഞാൻ ദൂരെ നിന്ന് ഈ സിനിമ കണ്ടു നിൽക്കാം. ഓ മൈ ഗോഡ്, എനിക്കിപ്പോ ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് വേഗം പോ. എനിക്ക് അവളുടെ മുഖം രണ്ടാമത് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. കണ്ടോ, അവിടുന്ന് കോൾ വരുന്നത്. പ്രിയയുടെ ലേറ്റസ്റ്റ് ന്യൂസ് പറയാനായിട്ട്. ആ പറയടാ.
നിഖിൽ സാർ, ഞാൻ രവി. ശരി, മനസ്സിലായി. പറ നീ. ഇത്രയും ദിവസം നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, നീയാണെന്ന് എനിക്കറിയാം. പറ. ഒരു കുഴപ്പമുണ്ട്. അവിടെ ഇപ്പൊ എന്ത് കുഴപ്പം സംഭവിച്ചത്? എന്താ കുഞ്ഞു കരയാൻ തുടങ്ങി വീണ്ടും? സാർ, അവര് രണ്ടുപേരും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ നീക്ക് എന്താ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നോ? ഇല്ല സാർ, ഞങ്ങൾ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. രാവിലെ ആയപ്പോ ചെറുതായിട്ട് മയങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. തീ പിടിച്ചോ? നിങ്ങളെയൊക്കെ ഞാൻ അവിടെ കത്തിക്കും. ബാക്കി 3 പേര് എവിടെടാ? ബാക്കിയുള്ളവർ എവിടെ പോയിരുന്നെന്ന്? ഇനിയിപ്പോ എന്ത് പറയും? എവിടെയാണെന്ന്? ഹലോ, എന്താ ഇത്? ഇത് കാണിക്കാനാണോ കൊണ്ടുവന്നേ? ഇനി എന്ത് ചെയ്യും? യു നോ വാട്ട്, നിന്റെ എല്ലാ പ്ലാനുകളും അവസാന നിമിഷത്തിൽ ഇങ്ങനെ അവസാനിക്കൂ. എല്ലാം അവസാനിച്ചു. ഇതാണോ നീ വാടകയ്ക്കെടുത്ത ഗുണ്ടകള്? ഇത് എന്റെ കുട്ടികളല്ല, ഇത് ആലിയുടെ. ആൻഡ് എനിവേസ് തനു, ദേ ആർ പ്രൊഫഷണൽ. ഇത് അവര് തന്നെ ചെയ്യേണ്ടതാണ്. ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കാര്യം ശരിയാണ്, പക്ഷെ കൊടുത്ത ജോലി ചെയ്യാൻ അറിയില്ലല്ലോ. പിന്നെ നീ എന്തിനാ വീട്ടിൽ കിടന്നുറങ്ങിയത്? അവരോടൊപ്പം ഉറങ്ങാൻ നീ പാടില്ലായിരുന്നു. എന്താ ഈ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഈ വൃത്തികെട്ട ഗുണ്ടകളുടെ കൂടെ പോയി കിടന്ന് ആമാരുടെ കൂടെ കിടന്നുറങ്ങണോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് ഉറക്കമല്ലേ ഇമ്പോർട്ടന്റ്? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ എന്തായി? അവരുടെ വിശ്വാസത്തിൽ പ്രിയം പാറുവിനെ അവിടെ നിർത്തി. ഇനി ജീവിതകാലം മുഴുവൻ നീ കിടന്നുറങ്ങിക്കോ. തനു, നീ നോക്ക്. പ്രിയ അബിയുടെ അടുത്തേക്ക് എങ്ങാനും പോയാലുണ്ടല്ലോ, നമ്മുടെ സത്യാവസ്ഥ പറഞ്ഞാൽ അവൻ നമ്മൾ ഉറപ്പായിട്ടും കൊല്ലും. എന്റെ കാര്യം അറിയില്ല, പക്ഷെ അബി നിന്നെ വെറുതെ വിടില്ല. നീ ഇനി സ്റ്റേറ്റ് അല്ല, ഈ കൺട്രി വിട്ട് തന്നെ പുറത്തേക്ക് പോയാലും അബി നിന്നെ കണ്ടുപിടിക്കും. നിന്നെ ജീവനോടെ കുഴിച്ചു മൂടും. Stop it, Tanu. Just stop it. Concentrate. കോൺസെൻട്രേറ്റ്. നിനക്ക് എന്ത് കിട്ടും? പ്രിയ നിനക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞു. എവിടെ? എടി മണ്ടി, ഞാൻ ആ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനാ നിന്നോട് പറയുന്നത്. ഇപ്പോ അവൾ ഏത് സിറ്റുവേഷനിലായിരിക്കുമെന്ന്. പ്രിയ ഇപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അവളുടെ ഡോക്ടർ ഫ്രണ്ടിന്റെ അടുത്തേക്കായിരിക്കും. താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച്. നിനക്കറിയില്ല നീ എനിക്ക് എന്ത് സഹായം ചെയ്തെന്ന്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും എന്റെ ഭർത്താവിനെ ഒന്നിപ്പിച്ചു. ഇന്ന് നീ തന്നെ എന്നെയും എന്റെ മകളെ വീണ്ടും ഒന്നിപ്പിച്ചു. ഇതിനെല്ലാം ഞാൻ നിനക്ക് എങ്ങനെ നന്ദി പറയണം? ഈശ്വര, നിന്നെ പോലൊരു സുഹൃത്തിനെ എല്ലാവർക്കും കിട്ടട്ടെ. ആന്റി ഉണ്ടല്ലോ, ഗുണ്ടകളെല്ലാം ഒറ്റയടിക്ക് പറ്റിച്ചിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ആന്റിക്ക് ഒരു പേടിയുമില്ല. താങ്ക് യു പ്രിയ, താങ്ക് യു. ഞാൻ നിന്നോട് എത്ര തവണ താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല. അത് വളരെ കുറവായിരിക്കും. പക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല പാറുവിന്. ഞാൻ കാരണമല്ലേ പാറു നിന്നിൽ നിന്നും അകന്നു പോയത്. അപ്പൊ എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവന്നല്ലേ പറ്റൂ. ഷീല, എനിക്കിപ്പോ വീട്ടിൽ പോകേണ്ടത് അത്യാവശ്യമാ. അദ്ദേഹത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ഞാൻ പോയിട്ട് വരാം. ഞാനും നിന്റെ കൂടെ വരാം. ഞാൻ അബിയോട് എല്ലാം പറയാം. പാറു എങ്ങനെ കിഡ്നാപ്പ് ആയിന്ന്, ഞാൻ എന്തിനാ കള്ളം പറഞ്ഞെന്ന്. ഷീല, നീ ഈ സമയത്ത് ഇവിടെ വേണം. ഇപ്പൊ പാറുവിന് നിന്റെ ആവശ്യമുണ്ട്. ഞാൻ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ചോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, കേട്ടോ? ബൈ മോളെ. ബൈ പ്രിയ ആന്റി. ഈശ്വര, പ്രിയയെ അവളുടെ ഹസ്ബൻഡുമായി ഒന്നിപ്പിക്കൂ. അവൾ എല്ലാവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. അവളുടെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കണേ. ഇനിയാ പ്രിയ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവക്ക്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാ എന്തൊക്കെയാ സംഭവിക്കാന്ന്. മണ്ടന്മാരെയാണല്ലോ ആലിയ പണി ഏൽപ്പിച്ചത്. ഓട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ കുഞ്ഞിനെയും കൂട്ടി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് വരുമെന്ന്. വന്നു. ഇനി ഒരു നിമിഷം പോലും എനിക്ക് കാത്തിരിക്കാനാവില്ല. എത്രയും വേഗം ടാക്സി കിട്ടി വീട്ടിലെത്തി അദ്ദേഹത്തോട് എല്ലാം പറയണം. അദ്ദേഹം ഞാൻ പറയുന്നത് വിശ്വസിക്കോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ട. എനിക്കെല്ലാം തുറന്ന് പറയണം. ടാക്സി, ഓട്ടോ. നിഖിൽ അവള് വന്നു. കണ്ടു തനു, ഞാൻ കണ്ടു. നിഖിൽ സാറാ വിളിക്കുന്നത്. ഹലോ, വേഗം ഒരു ഓട്ടോറിക്ഷ തയ്യാറാക്ക. അതെന്താ സാർ, സാറിന്റെ വണ്ടി പഞ്ചറായോ? വണ്ടിയല്ല, എന്റെ ജീവിതം തന്നെ പഞ്ചറായി നിൽക്കുക. അത് നീ കാരണം. ഓട്ടോ വേണ്ടത് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ പെണ്ണിന് വേണ്ടിയാ. മനസ്സിലായണ മണ്ട. അവളെ ഓട്ടോയിൽ കയറ്റ്, എന്നിട്ട് അവളെ ഫോളോ ചെയ്യ്. ടൗണിന്ന് മാറി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം എത്തുമ്പോ അവളെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യണം, മനസ്സിലായോ? വേഗം ചെല്ല്. അവൾക്ക് വേറെ ഓട്ടോ കിട്ടുന്നതിന് മുമ്പ് ചെല്ല്. ആലോചിക്കാൻ സമയമില്ല. ഒരു മിസ്റ്റേക്ക് ഇനി വരാൻ പാടില്ല. ശരി സാർ. സാരമില്ലെന്ന്. എന്ത് സാരമില്ലെന്ന്? ടാക്സിയുടെ കാര്യം സാരമില്ല. എന്താ
ടാക്സിയുടെ കാര്യം എന്താ സാരമില്ലാത്തത്? അവളെ പിന്നെ അവന്മാര് തോളിലെടുത്തോണ്ട് വരുമോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവളുടെ മുന്നിൽ ചെന്നിട്ട് വരൂ പ്രിയാജി വരൂ, ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങൾ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാണെന്ന് പറയണോ? ദാറ്റ്സ് നോട്ട് ഐ എം സേയിങ്. ഇത്തവണ നമ്മൾ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അവളുടെ മർഡർ ചെയ്യും. കമോൺ നിഖിൽ, അധികം ചിന്തിക്കാൻ സമയമില്ല. അവൾക്കൊരു ആക്സിഡന്റ് നീ ഉണ്ടാക്കും. എന്താ പറയുന്നേ? ഈ ആളുകളെയൊന്നും നീ കണ്ടില്ലേ? നമ്മൾ പിടിക്കപ്പെട്ട എന്ത് ചെയ്യും? പിടിക്കില്ല. ട്രസ്റ്റ് മീ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ട്രസ്റ്റ് മീ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ഞാൻ പിടിക്കപ്പെടും, എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കും. നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൾ ജീവനോട് ഉണ്ടെങ്കിൽ അഭി നിന്നെ തൂക്കിക്കൊല്ലും എന്തായാലും. ഇവൾ ഇവിടെ നിന്നെല്ലാം പോയി അഭിയോട് പറയും. അഭി വിശ്വസിക്കുകയും ചെയ്യും. നിഖിൽ പ്ലീസ്, ഇപ്പൊ അധികം സമയമില്ല. ഡു നോട്ട് വേസ്റ്റ് ടൈം. ഇതാണ് നമുക്കുള്ള അവസരം. ഐ തിങ്ക് നീ പറയുന്നത് ശരിയാണ് തനു. ഈ കാര്യത്തെ ഇവിടെ തന്നെ അവസാനിപ്പിക്കണം. അവളെ എന്നേക്കുമായി അഭിയിൽ നിന്നും അകറ്റുകയും ചെയ്യാം. ഇവരെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? ലൈഫിൽ മുന്നോട്ട് പോകാൻ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്തേ പറ്റൂ. ഇവിടെ ഓട്ടോയും ടാക്സി ഒന്നും കിട്ടുന്നില്ലല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. തുടങ്ങിക്കോ മോനെ നിഖിലേ, ഈ ഷോർട്ട് കട്ട് വഴി പോകാം. ഇല്ല പ്രിയ, അബിയുടെ അടുത്ത് എത്തുക എന്നത് അത്ര എളുപ്പമല്ല. ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിലൂടെ നീ അബിയുടെ അടുത്തല്ല, അവനിൽ നിന്ന് ഒരുപാട് അകന്ന് ദൂരേക്ക് പോകും. അല്ല ഇതെന്താ? നിഖിൽ സാർ നമ്മളോട് പറഞ്ഞത് അവളെ കിഡ്നാപ്പ് ചെയ്യാനല്ലേ? അപ്പൊ തനു, നിന്റെ ശത്രുവിനെ നീ അവസാനമായിട്ട് കണ്ടോ? ഇനി കാണുന്നത് അവളുടെ അന്ത്യകർമ്മത്തിനായിരിക്കും. ഇനി എനിക്കും അബിക്കും ഇടയിൽ ആരും ഉണ്ടാവില്ല. പ്രിയ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അബിയെ കല്യാണം കഴിക്കും. പിന്നെ അവന്റെ എല്ലാം എന്റേതാവും. പ്ലാനല്ല, ഇപ്പൊ ആക്ഷൻ ചെയ്യണം. ഈ ആക്ഷനിലൂടെ എന്റെ ലൈഫ് ഫുള്ള് സെറ്റിൽഡ് ആവും. പൈസ, സമ്പത്ത് എല്ലാം സെറ്റിൽഡ് ആവും. വെരി ഗുഡ് പ്രിയ, അവിടെ തന്നെ നിൽക്കൂ. മരണം നിന്നെ സ്വയം തേടിയെത്തും. ഇവരവളെ കാറടിച്ച് കൊല്ലാൻ പോവാണ്. നീ എനിക്ക് വാക്ക് തന്നല്ലേ, ജീവിതത്തിൽ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. പ്രിയ പ്ലീസ്, എന്നെ വിട്ട് പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. പ്രിയ, അബേ എന്തുപറ്റി? പ്രണവ്, പ്രിയ എന്താ ചേച്ചിക്ക് എന്തുപറ്റി? ചേച്ചിയുടെ ഫോൺ വന്നായിരുന്നോ? ഫോണൊന്നും വന്നില്ല, പക്ഷേ എന്റെ മനസ്സ് പറയുന്നു പ്രിയ എന്തോ പ്രശ്നത്തിലാണെന്ന്. റിലാക്സ്, നീ ദുസ്വപ്നമല്ലെന്ന് കണ്ടതായിരിക്കും. ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നീ സമാധാനമായിട്ടിരിക്കുക. സ്വപ്നമൊന്നും അല്ല, ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവൾ എന്തോ വലിയൊരു പ്രോബ്ലത്തിലാണ്. പ്രണവ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എന്തോ സംഭവിച്ചിട്ടുണ്ട് പ്രണവ്. ശരിയായിരിക്കും അഭി ചിന്തിക്കുന്നത്. ഈശ്വര, ചേച്ചിയെ കാത്തോണേ. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അഭി പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ ഇവര് അവളെ ഇടിക്കാനല്ലേ പോയത്? എന്നിട്ട് അവര് തന്നെ കൊണ്ടിടിച്ചോ? വാ നമുക്കിവിടുന്ന് പോവാം. ഇല്ലെങ്കിലേ ഇതെല്ലാം കൂടെ നമ്മളെ തലയെ കൊണ്ട് വെച്ചിരും. വാ ആരാണെന്നറിയില്ല.
എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? വണ്ടിയെ മൊത്തം തീ പിടിക്കുകയാണല്ലോ. അകത്തുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയോ? ശ്ശോ, ചോര ഒലിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, എല്ലാരും മാറി നിൽക്കും. വേണേ വണ്ടി ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവൾക്ക് ഒരുപാട് മുറിവ് പറ്റിയല്ലോ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണൂ? ഒന്നുമില്ല എന്റെ കുഞ്ഞ്, ഒന്നുമില്ല. നോക്കൂ, ആരെങ്കിലും ഒന്ന് സഹായിച്ചേ. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. തനുന്റെ ഓർമ്മ പോയല്ലോ. ഈശ്വര, ഇവളുടെ കുഞ്ഞിനൊന്നും പറ്റല്ലേ. ഡോക്ടർ, പ്ലീസ് നോക്കൂ, ഇവള് പ്രഗ്നന്റാ. ഡോക്ടർ, നോക്കൂ, ഇവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അവളെ 8 months പ്രഗ്നന്റാ. ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാ. ഐ എം സോറി മാം. ഇതുപോലുള്ള ആക്സിഡന്റ് കേസൊക്കെ ആദ്യം പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കണം. നിങ്ങൾ എന്തായി പറയുന്നത്? ഇത്ര എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ നിങ്ങൾ ഐ എം സോറി മാം, ഇത് ഹോസ്പിറ്റലിന്റെ റൂളാണ്. റൂൾസ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഇവിടെ പ്രഗ്നന്റ് അല്ലേ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരം പറയോ? എത്ര പെട്ടെന്ന് ഒരു ഡോക്ടറെ വിളിക്കൂ. എനിക്ക് സംസാരിക്കണം ഡോക്ടറോട്. ഡോക്ടർ, അത് ഷീസ് 8 months പ്രഗ്നന്റ്. കാർ ആക്സിഡന്റ് ഉണ്ടായി. ബോധം പോകുന്നതിന് മുൻപ് വയറ് വേദനിക്കുന്നു പറഞ്ഞിരുന്നു. ഒരുപാട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യൂ ഡോക്ടർ. Please calm down. Dr. Krishna is a senior gynecologist. He'll take care of the patient. Thank you. Please, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഞാൻ ചെക്കപ്പ് നടത്താം. കം. തനുവിനും അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. ഈശ്വര, രണ്ടുപേരെ രക്ഷിക്കണേ. ഒരു മിനിറ്റ്, എന്തായാലും എടുക്കാം. ചിലപ്പോ അവളുടെ പാരന്റ്സ് ആണെങ്കിലോ. ഹലോ പ്രിയ, ഇത് പ്രിയയുടെ സൗണ്ട് അല്ലേ? തനുവിന്റെ മൊബൈൽ പ്രിയയുടെ കയ്യിലായോ? മാം, അഡ്മിഷൻ ഫോം ഫിൽ ചെയ്യൂ. പേഷ്യന്റിന്റെ പേര് തനുശ്രീ. പിന്നെ പേഷ്യന്റ് എന്താ പറ്റിയത്? കാർ ആക്സിഡന്റ്. എങ്ങനെയുണ്ടായത്? കാർ വളരെ സ്പീഡിലായിരുന്നു. അത് സ്പീഡിൽ പോയി മരത്തിലിടിച്ചു. നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകൂ. അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. ഈ സ്ലിപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. ശരി. മൈ ഗോഡ്, ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? പ്രിയ നിഖിലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ തനുവിന് ആക്സിഡന്റ്. ഓ, ആ നിഖിലും അവിടെ തന്നെ ഉണ്ടാവും. പ്രിയയുടെ മുന്നിൽ തന്നെ കാണും. അവൾ അഭിഷേക് പ്രേമേനോട് എല്ലാം തുറന്ന് പറയുകയും ചെയ്യും. നിഖിലിന്റെയും തനുവിന്റെയും പേരിനൊപ്പം എന്റെ പേരും പുറത്തു വരും. അവരുടെ ഒപ്പം ഞാനും കുടുങ്ങും. ഇത്തവണ അവരെന്നെ വിടില്ല. ഓ ഗോഡ്, എല്ലാം അവസാനിച്ചിരിക്കുക. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് നൗ.